നമസ്കാരം, ഞാൻ ശാലിനി. പ്രധാന വാർത്തകൾ. ക്രിസ്ത്യൻ മുസ്ലിം സമുദായങ്ങളെ കടന്നാക്രമിച്ച് വെള്ളാപ്പള്ളി നടേശൻ. കോട്ടയത്ത് SNDP നേതൃത്വ സംഗമം. കോഴായിലെ കുടുംബശ്രീയുടെ കഫേ വൻ വിജയം. 3 മാസം കൊണ്ട് വിറ്റുവരവ് 1/2 കോടി രൂപ. അഭിമാനത്തോടെ കുടുംബശ്രീ പ്രവർത്തകർ. ഭരണങ്ങാനം വിശ്വാസപ്രഭയിൽ. വിശുദ്ധ അൽഫോൻസാമയുടെ തിരുനാളിന് കൊടിയേറി. പ്രധാന തിരുനാൾ ഈ മാസം 28-ന്. രാമപുരത്ത് ജ്വല്ലറി ഉടമയെ പെട്രോൾ ഒഴിച്ച് കത്തിച്ച് കൊലപ്പെടുത്താൻ ശ്രമം. പരിക്കേറ്റ ജ്വല്ലറി ഉടമ അശോകൻ ഗുരുതരാവസ്ഥയിൽ കോട്ടയം മെഡിക്കൽ കോളേജിൽ. പ്രതി ഹരി പോലീസ് കസ്റ്റഡിയിൽ. സാമ്പത്തിക ഇടപാട് സംബന്ധിച്ച് തർക്കം. വാർത്തകൾ വിശദമായി. ക്രിസ്ത്യൻ മുസ്ലിം സമുദായങ്ങളെ കടന്നാക്രമിച്ച് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ. കോട്ടയത്ത് SNDP യോഗം ശാഖാ നേതൃത്വ സംഗമം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു വെള്ളാപ്പള്ളി നടേശൻ. SNDP യോഗം കോട്ടയം യൂണിയന്റെ ശാഖാ നേതൃത്വ സംഗമം കോട്ടയത്ത് നടന്നു. യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ ഉദ്ഘാടനം ചെയ്തു. ക്രിസ്ത്യൻ മുസ്ലിം സമുദായങ്ങളെ കടന്നാക്രമിച്ചായിരുന്നു വെള്ളാപ്പള്ളിയുടെ ഉദ്ഘാടന പ്രസംഗം. കേരളം വൈകാതെ മുസ്ലിം ഭൂരിപക്ഷ നാടാകുമെന്ന് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു. ക്രിസ്ത്യൻ വിഭാഗത്തിലെ ഒരു വിഭാഗം ഇപ്പോൾ തന്നെ അധികാരത്തിൽ പ്രാതിനിധ്യം നേടണമെന്ന് തീരുമാനിച്ച് പ്രവർത്തനം തുടങ്ങിയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. മറ്റു സമുദായങ്ങളെല്ലാം ജാതി പറഞ്ഞ് എല്ലാം നേടുകയാണെന്നും വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു. ആരോഗ്യമായിട്ടുള്ള കാലത്ത് അദ്ദേഹം പറഞ്ഞു 40ഓടുകൂടി കേരളം ഒരു മുസ്ലിം ഭൂരിപക്ഷ സമുദായമാണ്. അപ്പൊ അതുവരെ എത്തുന്ന കാര്യം വേണ്ടിവരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നായാടി മുതൽ നസ്രാണി വരെ ഒന്നിക്കേണ്ടത് കാലത്തിന്റെ ആവശ്യകതയാണെന്നും യോഗം ജനറൽ സെക്രട്ടറി ആവർത്തിച്ചു. തുഷാർ വെള്ളാപ്പള്ളി യോഗത്തിൽ മുഖ്യപ്രഭാഷണം നടത്തി. ഓഡിറ്റിംഗ് നടത്തുവാനുള്ള പ്രാഥമിക നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞു. അതുപോലെ തന്നെ നമ്മുടെ കോളേജിന്റെ കണക്കുകൾ എടുക്കണം എന്നുള്ളതും ആ യൂണിയന്റെ കാര്യം മിക്കവാറും ശാഖായോഗത്തിനും യൂണിയന്റെ പല ആളുകൾക്കും അത് ഷെയർ ഉള്ളതുകൊണ്ട് തന്നെ അവരെ എല്ലാം കൂടെ വിളിച്ച് അതിനെക്കുറിച്ച് അന്വേഷണം നടത്തുകയും ആരെയാണ് കുറ്റക്കാരായിട്ടുള്ള ആരെയും സംരക്ഷിക്കുവാൻ ഒരു കാരണവശാലും SNDP കൂട്ടുനിൽക്കില്ല എന്നുകൂടെ ഈ അവസരത്തിൽ നിങ്ങൾക്ക് ഞാൻ ഉറപ്പു തരികയാണ്. ന്യൂസ് ബ്യൂറോ, കോട്ടയം. കോഴായിലെ കുടുംബശ്രീ കഫേ ഹിറ്റ്. ആദ്യം 3 മാസം കൊണ്ട് 1/2 കോടി രൂപയാണ് വിറ്റുവരവുണ്ടായത്. കോട്ടയം ജില്ലയിലെ കുടുംബശ്രീയുടെ പ്രീമിയം കഫേ തുടക്കത്തിൽ തന്നെ ഹിറ്റ്. ആദ്യ 3 മാസം കൊണ്ട് തന്നെ 1/2 കോടിയിലേറെ രൂപയുടെ ബിസിനസ്സുമായി കുറവലങ്ങാട് കോഴായിലെ പ്രീമിയം കഫേ കുടുംബശ്രീയുടെ സംരംഭക ചരിത്രത്തിൽ തന്നെ പുതിയ അധ്യായമാവുകയാണ്. വിൽപ്പനയും സൗകര്യങ്ങളും കൊണ്ട് കുടുംബശ്രീയുടെ പ്രീമിയം കഫേകളിൽ സംസ്ഥാനത്ത് തന്നെ 1ാം സ്ഥാനത്തെത്തി കോഴ KM മാണി തണൽ വിശ്രമ കേന്ദ്രത്തിൽ ആരംഭിച്ച കുടുംബശ്രീ കഫേ. ദിവസവും ശരാശരി 60,000 രൂപയ്ക്ക് മുകളിലുള്ള കച്ചവടമാണ് ഇവിടെ നടക്കുന്നതെന്ന് കഫേയുടെ നടത്തിപ്പ് നിർവഹിക്കുന്ന കുടുംബശ്രീ കൺസോർഷ്യത്തിന്റെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി പ്രസിഡന്റ് ബീന തമ്പിയും സെക്രട്ടറി ഷഹാന ജയേഷും പറയുന്നു. 1 ലക്ഷം രൂപയ്ക്ക് മുകളിൽ കച്ചവടം നടന്ന ദിവസങ്ങളുണ്ട്. ഈ വർഷം ഏപ്രിൽ 8-നാണ് തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പ് മന്ത്രി MB രാജേഷ് പ്രീമിയം റെസ്റ്റോറന്റ് ഉദ്ഘാടനം ചെയ്തത്. ജൂലൈ 16 വരെയുള്ള കണക്കനുസരിച്ച് റെസ്റ്റോറന്റിലെ ഭക്ഷണ വിൽപ്പനയിലൂടെ മാത്രം 54,69,487 രൂപയാണ് പ്രീമിയം കഫേയുടെ വരുമാനം. തുടങ്ങി 2ാം മാസം തന്നെ പ്രതിമാസ ബിസിനസ് 20 ലക്ഷം രൂപ കടന്നു. കുടുംബസമേതം ആസ്വദിച്ച് ഭക്ഷണം കഴിക്കാൻ മിതമായ നിരക്കിൽ പ്രീമിയം നിലവാരത്തിലുള്ള റെസ്റ്റോറന്റും MC റോഡരികിൽ വിശാലമായ പാർക്കിംഗ് സൗകര്യവും യാത്രാ സംഘങ്ങൾക്ക് സംസ്ഥാനത്തെ തന്നെ ഏറ്റവും മികച്ച ടേക്ക് എ ബ്രേക്ക് വഴിയോര വിശ്രമ സൗകര്യവും എന്നതാണ് ഈ പ്രീമിയം കഫേയുടെ ഹൈലൈറ്റ്. ചോറും ഇഡലിയും ഇടിയപ്പവും സാമ്പാറും കുടിവെള്ളവും അടക്കമുള്ളവ സ്റ്റീമർ ഉപയോഗിച്ച് ആവിയിലാണ് പാചകം ചെയ്യുന്നത്. ആധുനിക നിലവാരത്തിലുള്ള കിച്ചണിൽ 5 സ്റ്റീമറുകൾ ഇതിനായി സ്ഥാപിച്ചിട്ടുണ്ട്. 2 ഷിഫ്റ്റുകളിലായി 13 പാചകക്കാരാണ് കഫേയിൽ ഉള്ളത്. ഇവരടക്കം 52 കുടുംബശ്രീ വനിതകൾക്ക് തൊഴിൽ നൽകുന്ന സംരംഭമായി പ്രീമിയം കഫേ മാറി. ന്യൂസ് ബ്യൂറോ, കോട്ടയം. വിശുദ്ധ അൽഫോൻസാമയുടെ തിരുനാളിന് ഭരണങ്ങാനത്ത് കൊടിയേറി. നാടിന്റെ നാനാഭാഗങ്ങളിൽ നിന്നും 100 കണക്കിന് വിശ്വാസികൾ ഭരണങ്ങാനത്തേക്ക് എത്തുന്നു. വിശുദ്ധ അൽഫോൻസാമയുടെ തിരുനാളിന് ഭരണങ്ങാനം തീർത്ഥാടന കേന്ദ്രത്തിൽ കൊടിയേറി. ഇനി 10 ദിവസം ആത്മീയതയുടെ ആഘോഷങ്ങൾ. മാർ ജോസഫ് കല്ലറങ്ങാട്ട് കൊടിയേറ്റ് കർമ്മം നിർവഹിച്ചു.
തുടർന്ന് മാർ മാത്യു അറയ്ക്കൽ വിശുദ്ധ കുർബാന അർപ്പിച്ച സന്ദേശം നൽകി. തിരുനാൾ ദിനങ്ങളിൽ വിവിധ ബിഷപ്പുമാർ വിശുദ്ധ കുർബാന അർപ്പിച്ച സന്ദേശം നൽകും. 28-നാണ് പ്രധാന തിരുനാൾ. ഇന്നു മുതൽ 26 വരെ എല്ലാ ദിവസവും വൈകുന്നേരം 5 വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം ജപമാല പ്രദക്ഷിണം ഉണ്ടായിരിക്കും. 27-ന് വൈകുന്നേരം ദേവാലയത്തിൽ നിന്നും അൽഫോൻസാമയുടെ മഠത്തിലേക്ക് ജപമാല പ്രദക്ഷിണം നടക്കും. പ്രധാന തിരുനാൾ ദിനമായ 28-ന് രാവിലെ 7-ന് മാർ ജോസഫ് കല്ലറങ്ങാട്ട് നേർച്ചയപ്പം വെഞ്ചരിക്കും. 10:30-ന് മാർ ജോസഫ് കല്ലറങ്ങാട്ട് തിരുനാൾ കുർബാന അർപ്പിച്ച് സന്ദേശം നൽകും. തുടർന്ന് ഉച്ചയ്ക്ക് 12:30-ന് തിരുനാൾ പ്രദക്ഷിണം നടക്കും. തിരുനാൾ ദിനങ്ങളിൽ പുലർച്ചെ 5:30 മുതൽ രാത്രി 7 വരെ ദേവാലയത്തിൽ തുടർച്ചയായി വിശുദ്ധ കുർബാന ഉണ്ടായിരിക്കും. ന്യൂസ് ബ്യൂറോ, പാല. പാല രാമപുരത്ത് ജ്വല്ലറി ഉടമയെ കടയിൽ കയറി പെട്രോൾ ഒഴിച്ച് കത്തിച്ചു കൊല്ലാൻ ശ്രമം. ഗുരുതരമായി പൊള്ളലേറ്റ ജ്വല്ലറി ഉടമ KP അശോകൻ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. പ്രതി ഹരി പോലീസ് കസ്റ്റഡിയിൽ. പാല രാമപുരത്ത് ജ്വല്ലറി ഉടമയെ കടയിൽ കയറി തീവെച്ച് കൊല്ലാൻ ശ്രമം. പ്രതി പോലീസ് കസ്റ്റഡിയിൽ. രാമപുരം കണ്ടനാട്ടെ ജ്വല്ലറി ഉടമ കണ്ടനാട്ടെ KP അശോകനെയാണ് പ്രതി ജ്വല്ലറിയിലെത്തി ദേഹത്ത് പെട്രോൾ ഒഴിച്ച് കത്തിച്ചത്. സംഭവവുമായി ബന്ധപ്പെട്ട് പ്രതി രാമപുരം എളന്തൂരത്തെ ഹരിയെ രാമപുരം പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഇന്ന് രാവിലെ 10:00-ഓടെയായിരുന്നു സംഭവം. രാമപുരത്ത് കൺസ്ട്രക്ഷൻസ് ബിസിനസ് നടത്തി വരുന്ന ഹരി അശോകന്റെ കെട്ടിടത്തിൽ സിമന്റ് വ്യാപാര സ്ഥാപനവും നടത്തുന്നുണ്ട്. ഇരുവരും തമ്മിലുള്ള സാമ്പത്തിക ഇടപാട് സംബന്ധിച്ച തർക്കമാണ് സംഭവത്തിന് പിന്നിലെന്ന പ്രാഥമിക വിവരം. ഇത് സംബന്ധിച്ച തർക്കങ്ങൾ നിലനിൽക്കെ ഇന്ന് രാവിലെ പെട്രോളുമായി ജ്വല്ലറിയിലെത്തിയ ഹരി അശോകനെ പെട്രോൾ ഒഴിച്ച് തീ വയ്ക്കുകയായിരുന്നു. ദേഹത്ത് 85% പൊള്ളലേറ്റ അശോകനെ ചേർപ്പങ്കിലെ സ്വകാര്യ ആശുപത്രിയും തുടർന്ന് കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. സംഭവശേഷം സ്ഥലത്തു നിന്നും ഓടി രക്ഷപ്പെട്ട പ്രതി പിന്നീട് രാമപുരം പോലീസ് സ്റ്റേഷനെത്തി കീഴടങ്ങുകയായിരുന്നു. ന്യൂസ് ബ്യൂറോ, പാല. കോട്ടയം മെഡിക്കൽ കോളേജിനെതിരെ നടക്കുന്ന കുപ്രചരണം ജനങ്ങൾ തിരിച്ചറിയുമെന്ന് CPM സംസ്ഥാന കമ്മിറ്റി അംഗം CS സുജാത. LDF ബഹുജന കൂട്ടായ്മ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അവർ. കോട്ടയം മെഡിക്കൽ കോളേജിനെതിരെ കോൺഗ്രസ് BJP സംഘടനകൾ നടത്തുന്ന കുപ്രചരണങ്ങൾ ജനങ്ങൾ തിരിച്ചറിയുമെന്ന് CPM സംസ്ഥാന കമ്മിറ്റി അംഗം CS സുജാത. പൊതുജനാരോഗ്യത്തെ തകർക്കാനുള്ള നിലപാടിൽ പ്രതിഷേധിച്ച് കിടങ്ങൂരിൽ നടന്ന LDF ബഹുജന കൂട്ടായ്മ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അവർ. കുടുംബത്തെ സംരക്ഷിക്കാനും സഹായിക്കാനും ഗവൺമെന്റ് സ്വീകരിച്ച മാതൃകാപരമായിട്ടുള്ള നടപടിയും നമ്മൾ കണ്ടു. കാരണം ഒരാളിന്റെ നഷ്ടം നമുക്ക് നികത്താൻ പറ്റത്തില്ല. പിന്നെ കുടുംബത്തിന് താങ്ങുതണലുമായി സർക്കാർ നിൽക്കുക എന്നുള്ളതാണ്. ആരോഗ്യമന്ത്രിയും വാസോത്സവവും മറ്റെല്ലാ മന്ത്രിമാരും ഇടതുപക്ഷമുള്ള നേതാക്കന്മാരും എല്ലാവരും കുടുംബത്തിൽ പോവുകയും അവരെ ചേർത്ത് പിടിച്ച് നിർത്തുകയും ചെയ്തുകൊണ്ടിരിക്കും. ആ ഒരു സംഭവത്തിന്റെ പേരിൽ ജനങ്ങൾക്ക് ഏറ്റവും മികച്ച സഹായം കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു ആശുപത്രിക്കെതിരെ എത്ര മോശമായിട്ടുള്ള പ്രചരണമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. LDF കൺവീനർ അഡ്വക്കേറ്റ് അശോക് കുമാർ പൂതുമന അധ്യക്ഷനായി. യോഗത്തിൽ LDF ജില്ലാ കൺവീനർ ലോപ്പസ് മാത്യു, CPIM അയർക്കുന്നം ഏരിയ സെക്രട്ടറി PN ബിനു, CPI ജില്ലാ ട്രഷറർ ബാബു K ജോർജ്, ഏരിയ കമ്മിറ്റി അംഗങ്ങളായ KS ജയൻ, PM ജോസഫ്, ലോക്കൽ സെക്രട്ടറി KK അയ്യപ്പൻ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. വാഴൂർ പഞ്ചായത്തിൽ കുടുംബശ്രീ വനിതകൾക്കുള്ള ലോൺ വിതരണത്തിനെത്തിയ ചീഫ് വിപ്പ് ഡോക്ടർ N ജയരാജിനെ UDF അംഗങ്ങൾ തടഞ്ഞത് രാഷ്ട്രീയ പ്രേരിതമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് തോമസ് വീട്ടുവേലി. നേരത്തെ വിതരണം ചെയ്ത ലോൺ പിന്നോക്ക വിഭാഗ വികസന കോർപ്പറേഷനിൽ നിന്ന് അനുവദിച്ചതും കഴിഞ്ഞ ദിവസം നടന്ന വിതരണം വനിതാ വികസന കോർപ്പറേഷനിൽ നിന്ന് അനുവദിച്ച തുകയുമാണെന്ന് പ്രസിഡന്റ് പറഞ്ഞു. തെറ്റിദ്ധാരണ മൂലമാണ് UDF അംഗങ്ങൾ സമരം നടത്തിയതെന്നും തോമസ് വീട്ടുവേലി മാധ്യമങ്ങളോട് പറഞ്ഞു. 2 ആഴ്ച മുന്നേ വനിതാ വികസന കോർപ്പറേഷനിൽ നിന്ന് നമുക്ക് 3 കോടി രൂപ CDSന്റെ ഓൺ ഫണ്ടിലേക്ക് ലഭ്യമാവുകയും ആ ലഭ്യമായതനുസരിച്ചുകൊണ്ട് നമ്മൾ വനിതാ വികസന കോർപ്പറേഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മളെ അവർ വിളിച്ച് അതൊരു ഫംഗ്ഷനാക്കി വെക്കണം എന്നുള്ള നല്ലൊരു പരിപാടിയാക്കി മാറ്റണം എന്നുള്ള തീരുമാനം അവരുടെ ഭാഗത്തുനിന്നുണ്ടായി. ബഹുമാനപ്പെട്ട MLAയും വനിതാ വികസന കോർപ്പറേഷൻ്റെ ഡയറക്ടർ ബോർഡ് അംഗം പ്രിയപ്പെട്ട പെണ്ണാം ജോസഫ് ഉൾപ്പെടെയുള്ള ആളുകളുടെ ആഗ്രഹപ്രകാരം അവരുടെ ചെലവിൽ നമ്മുടെ CDSന്റെ ചേർത്തുകൊണ്ട് പഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങളെയൊക്കെ ചേർത്തുകൊണ്ട് ലോൺ എടുക്കുന്ന 34 പഞ്ചായത്തിലെ 34 കുടുംബശ്രീ അംഗങ്ങളെയും ചേർത്തുകൊണ്ടൊരു പ്രോഗ്രാം നമ്മൾ പഞ്ചായത്തിൻ്റെ കമ്മ്യൂണിറ്റികൾ നടത്തപ്പെടുകയുണ്ട്. വളരെ യാദൃശ്ചികമായി പ്രതിപക്ഷ അംഗങ്ങൾ ബഹുമാനപ്പെട്ട MLA തടഞ്ഞുകൊണ്ട് മുദ്രാവാക്യം വിളിക്കുകയും അതിനെതിരെ പ്രതിഷേധം നടത്തുകയും ചെയ്തു. ഇത് രാഷ്ട്രീയ പ്രേരിതമാണ്. വാഴൂരിനെ സംബന്ധിച്ചിടത്തോളം മുഴുവൻ പേര് ഭരണകക്ഷി അംഗങ്ങളും പ്രതിപക്ഷ അംഗങ്ങളും എന്നുള്ള വ്യത്യാസമില്ലാതെ വളരെ സജീവമായി എല്ലാവരും ഒത്തൊരുമിച്ച് പോകണം എന്നുള്ള ആഗ്രഹമാണ് ഒരു പ്രസിഡന്റ് നേടി എനിക്കുള്ളത്. പാലാ പൊൻകുന്നം റോഡിൽ 12ാം മൈലിൽ ഓട്ടോറിക്ഷകൾ കൂട്ടിയിടിച്ച് അപകടം. ഒരു ഡ്രൈവർക്ക് പരിക്കേറ്റു. മൂവാറ്റുപുഴ പുനലൂർ സംസ്ഥാന പാതയുടെ ഭാഗമായ പാലാ പൊൻകുന്നം റോഡിൽ 12ാം മൈൽ ബൈപ്പാസ് ജംഗ്ഷനിൽ അപകട മേഖലയാകുന്നു. ചെറുതും വലുതുമായ അപകടങ്ങൾ മുൻപും ഇവിടെ ഉണ്ടായിട്ടുണ്ട്. ഇന്ന് ഓട്ടോകൾ കൂട്ടിയിടിച്ച് ഒരാൾക്ക് പരിക്കേറ്റിരുന്നു. ഉച്ചയോടെയായിരുന്നു അപകടം. പൈക ഭാഗത്തു നിന്നും പാലായിലേക്ക് പോയ ഓട്ടോയും പാലായിൽ നിന്നും 12ാം മൈൽ ബൈപ്പാസിലേക്ക് തിരിഞ്ഞ ഓട്ടോയും തമ്മിൽ കൂട്ടിയിടിച്ചു. ഇടിയുടെ ആഘാതത്തിൽ പാലാ ഭാഗത്തേക്ക് പോയ ഓട്ടോ നിയന്ത്രണം വിട്ട് ഇലക്ട്രിക് പോസ്റ്റിൽ ഇടിച്ചു. ഓട്ടോ ഡ്രൈവർ കുറ്റിലം സ്വദേശി അനിൽകുമാറിനും കാലിനും മുഖത്തും പരിക്കേറ്റു. പരിക്കേറ്റ ഓട്ടോ ഡ്രൈവറെ ചേർപ്പങ്കിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു.
ബൈപ്പാസിലേക്ക് ഓട്ടോ തിരിയുന്നതിനിടയിൽ എതിരെ വന്ന ഓട്ടോയിൽ ഇടിക്കുകയായിരുന്നു. പാലാ പൊൻകുന്നം റോഡിൽ അശ്രദ്ധമായ ഡ്രൈവിംഗ് അപകടങ്ങൾക്ക് കാരണമാകുന്നുവെന്ന പരാതിയും ഉയരുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, പാലാ. കണ്ണിമല ഫാർമേഴ്സ് ക്ലബിന്റെ പച്ചക്കറി വിളവെടുപ്പ് നടന്നു. എരുമേലി കൊരട്ടിയിൽ 2.5 ഏക്കറിലായിരുന്നു പച്ചക്കറി കൃഷി. കണ്ണിമല ഫാർമേഴ്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ എരുമേലി കൊരട്ടിയിൽ പച്ചക്കറി കൃഷിയുടെ വിളവെടുത്തു. 2.5 ഏക്കറിലെ പച്ചക്കറി കൃഷിയാണ് വിളവെടുത്തത്. ക്ലബിന്റെ പച്ചക്കറി കൃഷി പ്രൊമോട്ടറായ തെക്കേ കീപ്പാട്ട് TS മോഹൻദാസിന്റെ നേതൃത്വത്തിലായിരുന്നു കൃഷി. വള്ളിപ്പയർ, ചീര, കുക്കുംബർ, പാവൽ, പടവലം, കോവൽ, പച്ചമുളക് തുടങ്ങി എല്ലായിനം പച്ചക്കറികളും കൃഷി ചെയ്തു. വിളവെടുപ്പ് ഉത്സവം ഫാർമേഴ്സ് ക്ലബ്ബ് പ്രസിഡന്റ് PD ജോൺ പൗവത്ത് ഉദ്ഘാടനം ചെയ്തു. മുണ്ടക്കയം പഞ്ചായത്ത് അംഗം ദിലീഷ് ദിവാകർ അധ്യക്ഷനായി. കൃഷിക്ക് നേതൃത്വം നൽകിയ TS മോഹൻദാസിനെ ആദരിച്ചു. ക്ലബ്ബ് സെക്രട്ടറി സാബു തോമസ് തകടിയൽ, ലൂയിസ് ഒറവാറൻതറ, TP ആന്റണി തകടിയൽ, അനൂപ് കാട്ടിപ്പുരയ്ക്കൽ തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ക്രിസ്ത്യൻ മുസ്ലിം സമുദായങ്ങളെ കടന്നാക്രമിച്ച് വെള്ളാപ്പള്ളി നടേശൻ. കോട്ടയത്ത് SNDP നേതൃത്വ സംഗമം. കോഴായിലെ കുടുംബശ്രീയുടെ കഫേ വൻ വിജയം. 3 മാസം കൊണ്ട് വിറ്റുവരവ് 1/2 കോടി രൂപ. അഭിമാനത്തോടെ കുടുംബശ്രീ പ്രവർത്തകർ. ഭരണങ്ങാനം വിശ്വാസപ്രഭയിൽ. വിശുദ്ധ അൽഫോൻസാമയുടെ തിരുനാളിന് കൊടിയേറി. പ്രധാന തിരുനാൾ ഈ മാസം 28-ന്. രാമപുരത്ത് ജ്വല്ലറി ഉടമയെ പെട്രോൾ ഒഴിച്ച് കത്തിച്ച് കൊലപ്പെടുത്താൻ ശ്രമം. പരിക്കേറ്റ ജ്വല്ലറി ഉടമ അശോകൻ ഗുരുതരാവസ്ഥയിൽ കോട്ടയം മെഡിക്കൽ കോളേജിൽ. പ്രതി ഹരി പോലീസ് കസ്റ്റഡിയിൽ. സാമ്പത്തിക ഇടപാട് സംബന്ധിച്ച് തർക്കം. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.